അപ്പോൾ വെള്ളം കൂടുമ്പോൾ ഇതൊക്കെ അലിഞ്ഞു കിടക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ അലിഞ്ഞു കിടക്കുമ്പോൾ പുഴുക്കൾ കൂടാൻ ചാൻസ് കൂടുതലാണ്. ഇനി പൊട്ടാഷ്യത്തിന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതിന് നമ്മളെ ധൃതരാഷ്ട്ര പച്ച എന്ന് പറഞ്ഞാൽ നമ്മളെ വള്ളിച്ചെടി ഉണ്ടല്ലോ, ഒട്ടുമിക്ക ഒരു 10 വീട് കഴിഞ്ഞൊരു പറമ്പോ അല്ലെങ്കിൽ ചെറിയൊരു സ്ഥലം കാട് പിടിച്ച് കിടക്കുന്നുണ്ട്, അവിടെ ഇങ്ങനെ കാണാം. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എൻ്റെ വീഡിയോ കാണുന്ന 2 സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ പറയാം, എൻ്റെ സൗണ്ട് ഇപ്പോഴും റെഡി ആയിട്ടില്ല. സൗണ്ട് പോയി എന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ കുറേ ആൾക്കാർ കമൻറ്റിലൂടെ ചോദിച്ചിരുന്നു, അതുപോലെ വാട്സാപ്പിലൂടെ ഒക്കെ ചോദിച്ചിരുന്നു. അതെന്താ വെച്ചാൽ മഞ്ഞ് കൊള്ളുന്നതിനെ കൊണ്ടാണ് സൗണ്ട് പോകുന്നത്. 2-3 ദിവസം കൊണ്ട് റെഡി ആയിക്കോളും. അപ്പോൾ കാര്യത്തിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ WDCനെ കുറിച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അത് നമ്മളെ വീട്ടിലെ വേസ്റ്റ് കമ്പോസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള. അപ്പോൾ അതിലൊരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ളതാണ്, സാർ എൻ്റെ വീട്ടിലെ ബയോബിനാശ്, ആ സുഹൃത്ത് വീട്ടിൽ കമ്പോസ്റ്റ് റെഡി ആക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ധാരാളമായിട്ട് പുഴുശല്യം കൂടുതലാണ്. അപ്പോൾ ഇതിന് പുഴുശല്യം കുറയ്ക്കാൻ വേണ്ടി WDC കൊടുത്താൽ സാധിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ പുഴുശല്യം നമ്മൾ ഫുള്ളായിട്ട് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ കമ്പോസ്റ്റ് വളത്തിന് എന്തെങ്കിലും കുഴപ്പം വരുമോ എന്നുള്ളതും കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ ഒട്ടുമിക്ക എല്ലാവരും വീട്ടിൽ കമ്പോസ്റ്റ് റെഡി ആക്കുന്നുണ്ട്. കാരണം കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിന്നും പഞ്ചായത്തിൽ നിന്നൊക്കെ നമുക്ക് ബയോബീൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിലെ കിച്ചൺ വേസ്റ്റൊക്കെ നമ്മൾ കമ്പോസ്റ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നതാണ് പുഴുശല്യം ധാരാളമുണ്ട്, എന്താണ് ചെയ്യുക, ഇൻസെക്ടിസൈഡ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയോ? പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യേണ്ട. ഇൻസെക്ടിസൈഡൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ വളത്തിൻ്റെ ഗുണം അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ പുഴുശല്യം എങ്ങനെയാണ് വരുന്നത് ആദ്യം നമ്മൾ അതെല്ലാം മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ കമ്പോസ്റ്റ് റെഡിയാക്കുമ്പോൾ എന്തായാലും പുഴുക്കളുണ്ടാവും. കാരണം പുഴുക്കളുണ്ടാകുമ്പോഴാണ് അത് പെട്ടെന്ന് കമ്പോസ്റ്റ് വളമായി മാറുന്നത് തന്നെ. അപ്പോൾ ഈ പുഴുക്കൾ കൂടുന്ന കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വെള്ളത്തോട് കൂടിയിട്ട് നമ്മൾ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നു. ഇപ്പോൾ കിച്ചൺ വേസ്റ്റൊക്കെ ആണെങ്കിൽ പലരും കാണാം, ഇപ്പോൾ ചോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളത്തോടെ ചോറ് കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പോൾ പച്ചക്കറി വേസ്റ്റ് ആണെങ്കിൽ എന്താണ്, ഇപ്പോൾ കറിയൊക്കെ അച്ചേരൊക്കെ കൊണ്ടുപോയിട്ട് വെച്ചു കൊടുക്കും. അപ്പോൾ വെള്ളം കൂടുമ്പോൾ ഇതൊക്കെ അലിഞ്ഞു കിടക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ അലിഞ്ഞു കിടക്കുമ്പോൾ പുഴുക്കൾ കൂടാൻ ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തെ ഇപ്പോൾ ഈ പുഴ എന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് വളം കമ്പോസ്റ്റ് ആക്കും. പക്ഷെ നല്ല പുഴുക്കളും മാത്രമല്ല, ഇങ്ങനെ അലിഞ്ഞു കിടക്കുന്ന ടൈമിൽ ഫംഗസുകളും മറ്റും നമുക്ക് ദോഷം ചെയ്യുന്ന പല പുഴുക്കളും ബാക്ടീരിയകളൊക്കെ കൂടാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചോറോ ഇതൊക്കെ വെള്ളത്തോട് കൂടി ഇട്ട് കൊടുക്കാതിരിക്കുക. എന്നുവെച്ചാൽ ഒന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കിച്ചൺ വേസ്റ്റൊക്കെ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വെച്ചിട്ട് അതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ കറിയൊക്കെ ചിലവർ ഒഴിച്ചു കൊടുക്കുക, കഴിയുന്നത് കറി ഒഴിച്ചു കൊടുക്കുക. കറിയൊക്കെ നമുക്ക് വെള്ളത്തിലൂടെ ഒഴുക്കി വിടാൻ വേണ്ടി പറ്റുമല്ലോ. അതിൽ ചണ്ടികൾ മാത്രം വാരിയിട്ട് ഒന്ന് ഡ്രൈ ആവാൻ വെച്ചിട്ട് കമ്പോസ്റ്റ് ബിന്നിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതല്ല, അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ടും കമ്പോസ്റ്റിൽ നല്ല രീതിയിൽ വെള്ളം കിടക്കുന്ന രൂപത്തിൽ നമുക്ക് കാണുന്നുണ്ട്, ചെറിയൊരു അലിഞ്ഞ രൂപത്തിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പേപ്പർ ഉണ്ടല്ലോ, പേപ്പർ ഒന്നുമില്ലെങ്കിൽ ഈ നമ്മളിപ്പോൾ വേസ്റ്റ് ഇട്ടതിൻ്റെ മേലെ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനാക്കുല വേസ്റ്റ് ഇട്ടതിൻ്റെ മേലെ നമ്മൾ ഇനാക്കുല ഇട്ട് കൊടുക്കുമല്ലോ, അതിൻ്റെ മേലെ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കരിയിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ വെള്ളം ഇത് വലിച്ചെടുത്തോളും. അതിനുശേഷം ആ പേപ്പർ എടുത്ത് മാറ്റിയാൽ മതി. ഇപ്പോൾ കരിയിലാണ് ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കരിയിലെടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഡ്രൈ ആയി കിടക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റ് വളമായി കിട്ടും. അതേപോലെ പുഴുശല്യം നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. പുഴുശല്യം തീരെ ഇല്ലാതാക്കാൻ നമുക്ക് പറ്റില്ല കേട്ടോ. കാരണം പുഴുക്കൾ ഉണ്ടാകുമ്പോൾ മാത്രമേ ഇത് കമ്പോസ്റ്റ് വളമായി മാറുള്ളൂ. അതേപോലെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഇനാക്കുല ഇപ്പോൾ WDC തന്നെ കൊടുക്കണം എന്നല്ല, WDC കലിക്കിയത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമല്ലോ, അത് ഒഴിച്ചു കൊടുക്കരുത്. ജസ്റ്റ് സ്പ്രേ മാത്രമായിട്ടാണ് ചെയ്ത് കൊടുക്കുക. കാരണം ഒഴിച്ചു കൊടുത്താൽ വീണ്ടും ഇത് അലിഞ്ഞു പോവുകയാണ് ചെയ്യുക. പലരും അങ്ങനെ ചെയ്യാറുണ്ട്. WDC കലിക്ക് വെച്ച സ്ലറി ഒട്ടാക്കാൻ മേലെ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഒഴിച്ചു കൊടുക്കണം, ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇനി WDC വേറൊരു വളമുണ്ട്, ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്ന ഒരു പൗഡർ രൂപത്തിലുള്ള, അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പൗഡർ രൂപത്തിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിനാക്കൂല നമ്മളെ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആയിട്ടൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കണം. അതാണെന്നുണ്ടെങ്കിലും അത് മേലെ ഇട്ട് കൊടുത്താൽ ഇത് ഡ്രൈ ആയി കിടക്കുകയേ ചെയ്യുള്ളൂ. അപ്പോൾ ഈർപ്പം നിലനിർത്താതെ ശ്രദ്ധിക്കുക. അപ്പോൾ പുഴുശല്യം നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഇനി അടുത്തത് ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ളതാണ്. അത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ വിചാരിച്ചല്ല, പക്ഷേ വീഡിയോ എടുക്കാൻ വരുമ്പോഴാണ് ആ കമൻറ്റ് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത് കേട്ടോ. ആ സുഹൃത്ത് എൻ്റെ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്താണ്, സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യാറുള്ള സുഹൃത്താണ്. ആ സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ അവരെ അയൽവാസി, ചില 2 സുഖമില്ലാത്ത അച്ഛനും അമ്മയും ഉണ്ട്, അവർ അയൽവാസിയാണ്. അപ്പോൾ അവർക്ക് കൃഷി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വീട്ടിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വളങ്ങളൊന്നും പൈസ കൊടുത്ത് വാങ്ങാനുള്ള ശേഷിയില്ല. നമ്മളെ പച്ചിലകളിൽ നിന്നൊക്കെ നമുക്ക് വളങ്ങൾ കിട്ടൂല എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പറയാം, അവർക്ക് എൻ്റെ നമ്പർ കൊടുക്കുക, എന്നെ
ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം കേട്ടോ. ഇനി അടുത്ത കാര്യത്തിലേക്ക് വരാം. അപ്പോൾ പച്ചക്കറി കൃഷിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വളങ്ങൾ വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. പച്ചക്കറി കൃഷി എന്നല്ല, ഫ്രൂട്ട് പ്ലാന്റ് ഏത് കൃഷിയാണെങ്കിലും നമുക്ക് നമ്മുടെ വീടിൻ്റെ പറമ്പിലും ചുറ്റിനുള്ള പച്ചിലകൾ വെച്ചിട്ട് തന്നെ നമുക്ക് പല രീതിയിൽ വളങ്ങൾ ഉണ്ടാക്കാം. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ഇതിൻ്റെ മുന്നേ പല വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെടി നടുന്ന ടൈമിൽ നമ്മളെ വീട്ടിലും പറമ്പിലും ഒക്കെ ഉള്ള അടിക്കാടുകൾ, പച്ചിലകൾ, ഇതിലൊക്കെ നൈട്രജൻ കൂടുതൽ അടങ്ങിയിട്ടുള്ളതാണ്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാ പച്ചിലകളിലും നൈട്രജനും NPK കണ്ടൻറ്റും സൂക്ഷ്മ മൂലകങ്ങളും ഹോർമോണുകളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോട്ടി മിക്സ് റെഡി ആക്കുകയാണ്. ഇപ്പോൾ മണ്ണിലാണ് നടുന്നതെന്നുണ്ടെങ്കിലും മണ്ണിൽ ആ മണ്ണ് ഒന്ന് എടുത്തിട്ടൊന്ന് കുമ്മായിട്ടൊന്ന് ട്രീറ്റ് ചെയ്താൽ മതി. കുമ്മായം വാങ്ങാൻ അതിനകത്ത് പൈസ വരില്ല. കിലോന് ഒരു 10 റുപ്യേൻ്റെ അടുത്തേ വില വരുന്നുള്ളൂ. ചിലവന് 20 റുപ്യ വാങ്ങുന്നുണ്ട് കേട്ടോ. പാക്കറ്റ് ഒന്നും വാങ്ങണ്ട, ലൂസായിട്ട് വാങ്ങിയാൽ മതി. എന്നിട്ട് ആ മണ്ണിലേക്ക് നമ്മളെ വീട്ടിലും പറമ്പിലൊക്കെ ഉള്ള പച്ചിലകളൊക്കെ എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പച്ചിലും കൂടെ കരിയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ സീമൊക്കെ ഒന്നിൻ്റെ ഇലൊക്കെ ഇട്ട് കൊടുക്കുക. അതിലൊക്കെ നൈട്രജൻ കണ്ടൻറ്റ് കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. നൈട്രജൻ മാത്രമല്ല കേട്ടോ അതിൽ അടങ്ങിയിട്ടുള്ളത്, സൂക്ഷ്മ മൂലകങ്ങളും ഹോർമോണുകളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റു ഇലകളൊക്കെ ഇട്ട് ഇനിയിപ്പോൾ പോട്ടി മിക്സ് നമ്മൾ ഗ്രോ ബാഗിലേക്ക് കാണുന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ മിക്സ് ചെയ്താൽ മതി. കാരണം പച്ചിലകളും കരിയിലൊക്കെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ദിവസം അവിടെ മാറ്റി വെക്കുക. നല്ല നനച്ച് കൊടുത്തിട്ട് ഈർപ്പത്തിൽ മാറ്റി വെക്കുക. അപ്പോൾ ഒരു 2-3 ആഴ്ച, ഒരു മാസത്തിൻ്റെ അടുത്തേക്ക് മാറ്റി വെക്കുക. നല്ല അടിപൊളി മണ്ണായിട്ടുണ്ടോ. അതിലേക്ക് ചെടി നട്ടാൽ മാത്രം മതി, പെട്ടെന്ന് തന്നെ തെത്ത് വന്നോളൂ. പിന്നെ ഹോർമോൺ വളങ്ങൾ കൊടുക്കുക. നമ്മൾ മുരിങ്ങേൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് മണ്ണിലിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സ്ലറി ആക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഫോസ്ഫറസ് കൊടുക്കേണ്ട കാര്യം വരിക വെച്ചാൽ ഞാൻ അതിൻ്റെ മുന്നേ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉപ്പൂത്തിൻ്റെ ഇലയൊക്കെ ഉണ്ടല്ലോ, ഉപ്പൂത്തിൻ്റെ ഇലയൊക്കെ സ്ലറി ആക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്ലറി ആക്കിയിട്ട് ഫോസ്ഫറസ് കൊടുക്കുക. ഉപ്പൂത്തിൻ്റെ ഇല കട്ട് ചെയ്തിട്ട് മണ്ണിലിട്ട് കൊടുക്കുക. ഇപ്പോൾ പൊട്ടാഷ്യം കൊടുക്കേണ്ട സ്റ്റേജൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാരം പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. ചാരം കമ്പോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനി തൊട്ടടുത്ത് വീട്ടിൽ കോഴീനെ വളർത്തണം, അല്ല സ്വന്തം വീട്ടിൽ കോഴീനെ വളർത്തുന്നുണ്ടെങ്കിൽ അവിടെ കോഴി വളം നമുക്ക് കമ്പോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ എത്ര വലിയ ടൗൺ ആണെങ്കിലും ഒരു 100 വീടിൻ്റെ അടുത്തെങ്കിലും നമുക്ക് ചാണകം, ചില പശുവിനെ വളർത്തുന്നവരുണ്ടാവുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ചാണകമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ച ചാണകം എടുത്തിട്ട് കൊടുക്കുക, സ്ലറി ആക്കിയിട്ട് കൊടുക്കുക. ചാണകം ഉണക്കിയിട്ട് ചാണക പൊടിയായിട്ട് നമുക്ക് കൊടുക്കാം. ഇനി പൊട്ടാഷ്യത്തിന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതിന് നമ്മളെ ധൃതരാഷ്ട്ര പച്ച എന്ന് പറഞ്ഞാൽ നമ്മളെ വള്ളിച്ചെടി ഉണ്ടല്ലോ, ഒട്ടുമിക്ക ഒരു 10 വീട് കഴിഞ്ഞൊരു പറമ്പോ അല്ലെങ്കിൽ ചെറിയൊരു സ്ഥലം കാട് പിടിച്ച് കിടക്കുന്നുണ്ട്, അവിടെ ഇങ്ങനെ കാണാം ആ വള്ളിച്ചെടി. ഞാൻ അതിൻ്റെ മുന്നേ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ തെങ്ങുമ്പിലൊക്കെ പടർന്ന് കയറുന്ന ഒരു വള്ളിച്ചെടി, ധൃതരാഷ്ട്ര പച്ച എന്നാണ് അതിന് പറയാം. പല പേരിലും അറിയുന്നുണ്ടാവും കേട്ടോ, എനിക്ക് അതിൻ്റെ കറക്റ്റ് പേരുകളൊന്നും അറിയില്ല. അപ്പോൾ അത് നമുക്ക് സ്ലറി ആക്കി ഇട്ട് കൊടുത്താൽ അതിലൊക്കെ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ ആ രൂപത്തിൽ ഇനി സ്ലറി അല്ലെങ്കിൽ നമുക്ക് ചുവട്ടിലിട്ട് കൊടുക്കട്ടോ. ഇതൊക്കെ അലിഞ്ഞ് ചേർന്നിട്ട് ഇത് വളമായിട്ട് മാറുന്നതാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് വളങ്ങൾ ജൈവ രൂപത്തിൽ കൊടുക്കട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ചോദിക്കും ബോറോണിൽ എന്താ ചെയ്യാന്നുള്ളത്. ബോറോൺ എന്ന് പറഞ്ഞാൽ നമ്മളെ മുരുക്കിൻ്റെ ഇല ഉണ്ടല്ലോ, നമ്മളെ പറമ്പിൽ കാട് പിടിച്ചത് കിട്ടുന്ന സ്ഥലത്തൊക്കെ കാണാം. അപ്പോൾ ഈ മുരുക്കിൻ്റെ പൂവും മുരുക്കിൻ്റെ ഇലയും കൂടി നമുക്ക് അരച്ചിട്ട് നമുക്ക് സ്ലറി ആക്കിയിട്ട് കൊടുക്കാം. ഇനി അല്ലാതെ ചുവട്ടിലിട്ട് കൊടുത്താൽ കയ്യിലൊക്കെ ബോറോണിൻ്റെ അംശം കൂടുതലാണ്. അതേപോലെ നമ്മളെ ബീട്രൂട്ടിൻ്റെ സ്ലറി ഉണ്ടാക്കുന്നുണ്ട്, അതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ബീട്രൂട്ട് അമിനോ ആസിഡ് ഉണ്ടാക്കുന്നുണ്ട്, ഇതിലൊക്കെ ബോറോണിൻ്റെ അംശം കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ മൂലകങ്ങളും അങ്ങനെ കൊടുക്കാൻ പറ്റും കേട്ടോ. കാരണം ഇട്ട് കൊടുക്കുന്ന ജൈവ വളങ്ങളിലൊക്കെ നമുക്ക് സൂക്ഷ്മ മൂലകങ്ങളും സെക്കൻഡറി എലമെൻസും അതേപോലെ NPK കണ്ടൻറ്റും ഹോർമോണുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ചിലത് മാത്രം കാറ്റായിരിക്കും, ചിലത് നൈട്രജൻ ആയിരിക്കും കൂടുതൽ, ബാക്കിയുള്ളതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിലൊക്കെ നമുക്ക് ചില പൈസ ചിലവില്ലാതെ തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്തത് നമ്മളെ കൃഷിഭവന്, ഓരോരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ നമുക്ക് കൃഷിഭവനുണ്ടാവും. കൃഷിഭവനിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ജൈവ വളങ്ങളൊക്കെ കിട്ടും കേട്ടോ. എന്നിരുന്നാലും ആ സുഹൃത്തിനോട് പറയുക, നിങ്ങളെ അമ്മനോട് അച്ഛനോട് ഇന്നൊന്ന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുക. അവർക്ക് കൃഷിക്ക് വേണ്ട എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഞാൻ തീർച്ചയായിട്ടും ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഒരു സുഹൃത്ത് കമൻറ്റിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളെ സ്യൂഡോമോണസും ബുവേറിയ പക്ഷേ നമ്മളെ ജീവാണു വളങ്ങളും മിത്രാക്കുമ്പോൾ കീടനാശിനികളൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതെന്താണ് എന്നതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഇന്നലെ വന്നിട്ടുള്ള ഒരു കമൻറ്റാണ്, സുഹൃത്തെ വീഡിയോ നല്ല ഉഷാറായിട്ടുണ്ട്, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ സുഹൃത്തിനൊരു ഡൗട്ടാണ് അതിൽ ചോദിച്ചിട്ടുള്ളത്. എന്നുവെച്ചാൽ നമ്മൾ ഇലകളിൽ ഇപ്പോൾ നമ്മൾ ബുവേറിയ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നാളെ വെയിലൊരിക്കുമ്പോൾ അത് ചത്തുപോകുമല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ 15 ദിവസത്തെ ഗ്യാപ്പ് ഇടണം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ സുഹൃത്ത് ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം മണ്ണിൽ നമ്മൾ കൊടുക്കുമ്പോൾ മാത്രമേ നമ്മൾ 15 ദിവസം നമ്മൾ കാത്തു നിൽക്കേണ്ടി ഉള്ളൂ.
കാരണം മണ്ണിൽ ഇത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്ര ദിവസം കാത്തു നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്പ്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണിൽ ഈർപ്പം നിലനിർത്തി പോകണം. കാരണം ഡ്രൈ ആയിട്ടുള്ള മണ്ണിൽ ഒരു കാരണവശാലും ഇത് സ്പ്രെഡ് ചെയ്യില്ല. ഇലകൾ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ 15 ദിവസം നമ്മൾ കാത്തു നിൽക്കണ്ട. 3 ദിവസം പറയും എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസമൊക്കെ കാത്തു നിന്നാലും മതി. ഈ 3 ദിവസം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഇലകളുടെ അടിഭാഗത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ വേലി ചിലപ്പോൾ ഷാർപ്പായിട്ട് തട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ ശർക്കരം കൂടി ആഡ് ചെയ്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് 2-3 ദിവസം നമ്മൾ ഇലകളുടെ അടിഭാഗത്ത് തന്നെ ഈ ബാക്ടീരിയ നിലനിൽക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ആ ഒരു 3 ദിവസത്തിന് മറ്റ് രാസവളങ്ങളൊന്നും സ്പ്രേ ചെയ്ത് കൊടുക്കരുത് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളെ ശർക്കര ഒന്നും ആഡ് ചെയ്യാതെ മേൽഭാഗത്ത് മാത്രം സ്പ്രേ ചെയ്ത് പോയി നിങ്ങൾ 3 ദിവസം കാത്തിക്കണ്ട. കാരണം പിറ്റേന്ന് വെയിൽ ഉദിക്കുമ്പോൾ തന്നെ ഈ ബാക്ടീരിയ ചത്തുപോകും. ഓക്കെ, അപ്പോൾ മണ്ണിൽ നമ്മൾ കൊടുക്കുമ്പോൾ മാത്രമാണ് അങ്ങനെ. പിന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള വളം കൃഷിഭവനിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. എൻ്റെ അറിവിൽ അങ്ങനെ കിട്ടാൻ ചാൻസ് കുറവാണ്, എനിക്കറിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളെ ട്രൈക്കോഡർമ, സൂഡോമോണസും ബുവേറി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു കാരണവശാലും ഇറക്കാൻ വേണ്ടി പറ്റൂല. കാരണം മറ്റുള്ള ജീവാണുക്കളെ പോലെ അല്ല ട്രൈക്കോഡർമ. ട്രൈക്കോഡർമ ഒരു ഫംഗസാണ്. ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ട്രൈക്കോഡർമ നമ്മൾ മണ്ണിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ആ ഏരിയ ഫുള്ള് നമ്മളെ വല നെയ്യുന്ന പോലെ സ്പ്രെഡ് ചെയ്താളും. അപ്പോൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ മറ്റു ബാക്ടീരിയക്കും മറ്റു ഫംഗസുകൾക്കും അവിടെ സ്പ്രെഡ് ചെയ്യാനുള്ള സ്പേസ് കൊടുക്കില്ല. അപ്പോൾ ഇത് മൂന്നും കൂടി എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു സാധനം നമ്മൾ കൊടുത്തുകൊണ്ട് ഗുണമുണ്ടോ? ഒരു കാരണവശാലും ഗുണം കിട്ടൂല. കാരണം ബാക്കിയുള്ളവർക്ക് അവിടെ സ്പ്രെഡ് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ട്രൈക്കോഡർമ കൊടുക്കുമ്പോൾ ബാക്കിയുള്ളൊന്നും കൂടെ കൊടുക്കരുത് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ വേറൊരു സുഹൃത്ത് പറഞ്ഞ കൂടി എന്നോട് കൂടെ ഞാൻ പറയുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ ഇതിലൊക്കെ ബുവേറിയ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടൊക്കെ ഇട്ട് കൊടുത്തുകൂടെ. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളെ മണ്ണിലൂടെ വരുന്ന കീടങ്ങൾ നമുക്ക് തുരത്തിക്കൂടെ എന്നുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മൾ പോട്ടി മിക്സിൽ ഒരു കാരണവശാലും ബുവേറിയ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നത്. കൊടുത്ത് എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ല. കാരണം എന്താ വെച്ചാൽ കൊടുത്തുള്ളൊരു ദോഷം വരുന്നത് വെച്ചാൽ നമ്മളെ മണ്ണിലുള്ള സൂക്ഷ്മ ജീവാണുക്കൾ, നമ്മൾ ഗുണം ചെയ്യുന്ന സൂക്ഷ്മ ജീവാണുക്കളും ചത്തുപോകാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ നമ്മൾ ബുവേറിയ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ കീടങ്ങളെ ലാർവകളൊക്കെ നമ്മളെ മണ്ണിൻ്റെ മേൽഭാഗത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മണ്ണിൻ്റെ മേൽഭാഗത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലാതെ നമ്മൾ പോട്ടി മിക്സിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്